ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് വീട് കാണൽ ചടങ്ങായിരുന്നു ഓസ്ട്രേലിയയിൽ. ചടങ്ങോ? അതെ, ഓസ്ട്രേലിയയിൽ നമ്മൾ 2 ആഴ്ചത്തേക്ക് ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു വീട് കണ്ടുപിടിക്കണം. നാട്ടിലത്തേതുപോലെ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആളെ വിളിച്ചു പറഞ്ഞ് വീട് കാണാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. നമ്മൾ ആദ്യം തന്നെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഇതേപോലെയുള്ളൊരു സമയം നമുക്ക് അനുവദിച്ചിരിക്കും. നമുക്ക് അലോട്ട് ചെയ്ത സമയം 4:15 ആയിരുന്നു. ഏകദേശം ഒരു 4 ഒക്കെ ആയപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് ഒരു 10-17 പേര് ആ വീട് കാണാൻ. അങ്ങനെ അത് കണ്ട് വീണ്ടും ഞങ്ങൾ വേറെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ വീടും കാണാൻ വേണ്ടി ചെന്നപ്പോഴാണ് മനസ്സിലായത് എവിടെയോ വഴി തെറ്റിപ്പോയി എന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് വണ്ടിയെടുത്ത് തിരിച്ചു. ഇനിയും പാളിപ്പോകരുതേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എങ്ങാനും പാളിപ്പോയ സമയവും തെറ്റും, പിന്നെ നമുക്ക് വേണ്ടി ഇവിടെ ആരും വെയിറ്റ് ചെയ്യത്തുമില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ആദ്യത്തെ ഒരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദ കാണിക്കാൻ എല്ലാവരും ഒരു മത്സരമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ റോഡിലോട്ടൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ. ഇതാണ് നമ്മുടെ 2ാമത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടിയ നമ്മുടെ സ്ഥലം. അവിടെ ആരെയും കണ്ടില്ല. നമ്മളൊന്ന് വിളിച്ചു നോക്കി, പറഞ്ഞു നോക്കി. അപ്പോഴാണ് ഈ ടിം ചേട്ടനെ കണ്ടുമുട്ടുന്നത്. നമ്മുടെ ഈ ചേട്ടനും ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളെ കാണിക്കാം എന്ന പുള്ളി ഏറ്റിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീടൊക്കെ കണ്ട് ടിം ചേട്ടനോടും ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത്, പിള്ളേർ പഠിക്കുന്ന സ്കൂള് നമ്മുടെ വീടിനോട് അടുത്തായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടുന്ന ഒരു വീടായിരിക്കണം നമ്മുടേത്. ആ കണ്ടതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അത് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, നമസ്തേയും ഇന്ത്യനും ഒക്കെ കാണുമ്പം എന്താണെന്നില്ലാത്തൊരു സന്തോഷമാണിപ്പോൾ. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പള്ളിയിലെ അച്ഛൻ്റെ വീട്ടിലേക്ക്. ഇതാണ് അച്ഛനും കൊച്ചമ്മയും. അങ്ങനെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഒരു മലയാളി ചേട്ടൻ്റെ കടയിലോട്ടാണ് ഞങ്ങൾ ഇനിയും പോകുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും. അപ്പോൾ അച്ചാറ്, കപ്പപ്പുഴുക്ക്, ഇതിൻ്റെ എല്ലാം ഒരു വൻ ശേഖരം അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തെടുക്കണം എന്നറിയില്ല. അതിനുശേഷം ആ ചേട്ടൻ ഞങ്ങളെ പറഞ്ഞു വിട്ടൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. അപ്പം ഞങ്ങൾക്ക് ഈ നൊയമ്പായതുകൊണ്ട് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായി എന്താ കഴിക്കേണ്ടതെന്നുള്ള. അങ്ങനെ വെജ് താലി ഓർഡർ ചെയ്തു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അങ്ങനെ നമ്മൾ ഷെഫിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൽ ലാല് ചോദിക്കും പോലെ പോരുന്നോ എൻ്റെ കൂടെ എന്നുള്ള ചോദ്യം ചോദിക്കുമോ എന്ന് വരെ ഞാൻ ഭയന്നു പോയി. പണ്ടൊക്കെ ഹോട്ടലിൽ കയറുമ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റിൽ എടുക്കുമെന്ന് ഓർഡർ ചെയ്യാൻ. ഇന്നിപ്പം നൊയമ്പായതുകൊണ്ടും ഓപ്ഷൻസ് കുറവായതുകൊണ്ടും ആ ഒരു പ്രശ്നം വന്നേയില്ല.